നമ്മുടെ ഈ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലമാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് ആര് ജയിക്കാനാണ് സാധ്യത? LDF ആണോ, BJP ആണോ, കോൺഗ്രസ് ആണോ? കോൺഗ്രസ് ഏതായാലും ഞാൻ സാധ്യത കാണുന്നില്ല. നല്ലൊരു സാഹചര്യം. ഞങ്ങൾ 3-ാം സ്ഥാനത്തല്ലേ? നിലവിൽ 3-ാം സ്ഥാനത്താണ്. അപ്പം മാത്രമല്ല, അവിടെ ഈ നമ്മളെ വാഹിദ് എന്ന് വന്നിട്ടുള്ള MLA ഉണ്ടായിരുന്നല്ലോ. വാഹിദിൻ്റെ ഒരു പേഴ്സണൽ വോട്ടിൻ്റെ പുറത്താണ് ജയിച്ചുകൊണ്ടിരുന്നത്. വാഹിദ് അവിടെ കുറേകാലം പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. പക്ഷെ വാഹിദിൻ്റെ സമയത്തുണ്ടായിരുന്ന ആ പ്രദേശത്തിൻ്റെ പോപ്പുലേഷനിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പം കഴക്കൂട്ടം വെച്ചാൽ ഓൾ കേരള അടിസ്ഥാനത്തിൽ മണ്ഡലത്തിന്റെ സ്വഭാവവും അതിന്റെ അതിരുകളും ഒക്കെ മാറിയിട്ടുണ്ട്. മണ്ഡലത്തിൻ്റെ സ്വഭാവം മാത്രമല്ല, ഇഷ്ടംപോലെ പുറത്തുനിന്നുള്ള ആളുകൾ വന്ന് അവിടെ ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നത്. ഈ IT ഇവരിൽ നല്ലൊരു പങ്കും BJP, മോഡി, ഡെവലപ്മെൻ്റ് ഒക്കെയാണ്. ഇവരെ ഒരാൾ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ്. വാഹിദിൻ്റെ സമയത്ത് അവിടെ മുസ്ലിങ്ങളും ഈ ലോക്കലി മുസ്ലിങ്ങളും ഈഴവനും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ടായിരുന്നു. വാഹിദിൻ്റെ ഒരു ശക്തി അതായിരുന്നു. അവിടെ ഇവർ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയാൻ പോലും വാഹിദിന് ഒരു നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ആ ബന്ധത്തിലേക്ക് അങ്ങനെ വാഹിദിന് ഇട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ BJPയിലേക്ക് പോയിട്ടുണ്ട്. ബന്ധം ഉണ്ടോയെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ ഇപ്പോൾ ആളുകൾ വാഹിദിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ആ മൂൺവാക്ക് സിനിമ പോലെയാണ്. അവരടുത്തടുത്ത സുഹൃത്തുക്കളും ഒരു വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓണം പെരുന്നാളൊക്കെ ആഘോഷിക്കുന്ന ആളുകളാണ്. ഇപ്പം അത് എല്ലാം മതിലുകൾ വന്നു. മുസ്ലിംസ് കമ്പാരിറ്റീവ് റിച്ചായി. പിന്നെ അവിടെ ഭൂമിക്ക് വില കൂടിയപ്പോൾ ഇഴവരുടെ അത്യാവശ്യം പൈസ വന്നു. അടുത്ത ജനറേഷൻ പിള്ളേർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. പണ്ട് എനിക്കൊരു കഴക്കൂട്ടം ഫ്രണ്ട് ഉണ്ടായി, ദീപു എന്നുള്ളതാണ്. കോഴിക്കോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത കുടുംബത്തിൽ. അവനൊക്കെ കൂട്ടുകാരൻ നമ്മളെ നാട്ടിൽ നിന്ന് അങ്ങനെ ഒരു മനവല്ല അറിയാലോ. ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ചാകാനം നടക്കുകയില്ല. അത് മങ്ങശ്ശേരി നീലാണ്ടൊക്കെ കഥയാണ്. ഈ കഴക്കൂട്ടത്ത് ചാകാൻ നടക്കുകയും കൂട്ടുകാരന്മാർക്ക് വേണ്ടി ചാകാൻ നടക്കുകയായിരുന്നു. അപ്പോൾ ഇവൻ കൂട്ടുകാരന്മാരെ പറ്റി പറയും, നമ്മളിങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ട് അങ്ങനെ ബന്ധം ഉണ്ടായിരുന്നു. അതാണ് വാഹിദിൻ്റെ ഒക്കെ ശക്തി അത് തന്നെ. ഇപ്പം അങ്ങനെ ഒരു ബന്ധം അവിടെ അല്ലേ മനസ്സിലാക്കിയെടുത്തോളൂ. ആ സ്ഥലത്ത് ആ ന്യൂ ജനറേഷൻ ഇഴവാരുടെ ഇടയിൽ കോൺഗ്രസ് ഇട്ടിക്കേണ്ട വോട്ടിലെ BJP ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് BDJS വലിയൊരു ഫാക്ടറുമാണ്. പിന്നെ അവിടെ CPM സംബന്ധിച്ച് അവരുടെ വോട്ട് ബാങ്ക് അവർക്ക് വലിയ കുഴപ്പമില്ലാതെ കാത്ത് സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. വലിയ കുഴപ്പം പറ്റിയിട്ടില്ല. പിന്നെ കുറേ മുസ്ലിം വോട്ട് അവർക്ക് കോൺഗ്രസ് ഉണ്ടായിരുന്ന വാഹിദ് അങ്ങ് മാറിയതോടുകൂടി കോൺഗ്രസിന് കിട്ടിയിരുന്ന കുറേ മുസ്ലിം വോട്ടുകൾ മോഡീനെയൊക്കെ പേടിച്ചിട്ട് ഇപ്പം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള വ്യത്യാസമാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലൊരു വ്യത്യാസം. പണ്ടത്തെ അത്ര ഊഷ്മളമായ ബന്ധം പണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പോയാലും കാര്യവട്ടത്ത് പഠിച്ചാണല്ലോ. അതും ഈ കോർപ്പറേഷനിൽ കിടക്കുന്ന വാർഡുകൾ കുറച്ചുണ്ട്. അതുപോലെ തന്നെ ചില പഞ്ചായത്തുകളുടെ ഭാഗങ്ങളും ഒക്കെ. ഈ വാഹിദിന്റെ ശക്തി ഇന്ന് നമ്മൾ ഈ പറയുന്ന പഞ്ചായത്ത് പറയും. അപ്പം പഞ്ചായത്തുകളിലായിരുന്നു സത്യത്തിൽ ഈ വാഹിദിന്റെ ഇൻഫ്ലുവൻസ് കൂടുതലുള്ളത്. കോർപ്പറേഷൻ എത്തുമ്പോഴും കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു എലീറ്റ് പോപ്പുലേഷൻ. അവിടെ കുറച്ചും കൂടി ഒരു ഉദ്യോഗസ്ഥന്മാർ CPM അനുകൂലം. പ്ലസ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം CPM എല്ലാ കാലത്തും എന്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പള വർധനവും കാര്യങ്ങളൊക്കെ ഇലക്ഷൻ ആകുമ്പോൾ കൊടുക്കാം. പിന്നെ ഈ പറയുന്നത് പോലെ ഉദ്യോഗസ്ഥന്മാരുടെ വേറെ പങ്ക് BJPക്ക് നല്ല സ്വാധീനമുള്ളതാണ്. ഉദ്യോഗസ്ഥന്മാരല്ല, ഈ സിറ്റിയിൽ BJPക്ക് അത് പലപ്പോഴും കോൺഗ്രസിൻ്റെ കിട്ടിയിരുന്ന വോട്ടിലേക്കാണ് BJP പടർന്ന് കയറിയിട്ടുള്ളത്. നമ്മൾ ഈ 2004 O രാജഗോപാൽ മത്സരിക്കുമ്പോൾ അന്ന് ട്രിവാൻഡ്രം നോർത്താണ്. അന്ന് അദ്ദേഹം അവിടെ ലീഡ് ചെയ്തു. 2014 വന്നപ്പോൾ അത് കഴക്കൂട്ടം മണ്ഡലമായി. അന്നും O രാജഗോപാൽ നല്ല വോട്ടിന് 10,000-ന് മേളിൽ വോട്ടിന് ലീഡ് ചെയ്തു എന്നാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ BJPക്ക് അവിടെ കൃത്യമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ നല്ല വോട്ട് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. അവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ CPM 3-ാം സ്ഥാനത്തേക്കാണ്. അല്ല, അത് ലോക്സഭാ ഈ CPM കിട്ടുന്ന മുസ്ലിം വോട്ടുകളൊക്കെ കോൺഗ്രസിലേക്ക് മാറും. അതാണ് ഒരു ഘടകം. പിന്നെ CPM കിട്ടുന്ന ഈ കുറച്ച് ഈ ദളിത് ബന്ധക്കോസ് ഇങ്ങനെയുള്ള വോട്ടുകളുണ്ട്. ആ വോട്ടുകളും കോൺഗ്രസിലേക്ക് മാറും, എസ്പെഷ്യലി ക്രിസ്ത്യൻ വോട്ടുകൾ. ഇതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. BJPൻ്റെ ഒരു കാര്യം വെച്ചാൽ അവിടെ ഏറ്റവും കൂടുതൽ ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് പറയുന്ന പോലെ ക്രിപ്റ്റോ BJPക്കാർ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ഈ കഴക്കൂട്ടം. ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് പറഞ്ഞാൽ ഉള്ളിൽ ക്രിസ്ത്യാനി ആയിരിക്കും, പുറത്ത് ഹിന്ദു മുസ്ലിം ഒക്കെ ഇത് നടക്കും. സമയം ഒരുപാട് ക്രിസ്ത്യാനി ആയിരിക്കുള്ളൂ. ഇതാണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് പറയുന്നത്. അതേപോലെയാണ് പുറത്ത് നോക്കുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരോ CPM-മാരൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ടോണങ്ങ് വാങ്ങും. പിന്നെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ സ്ഥാനാർത്ഥി BJPക്ക് എന്തൊക്കെ സാധ്യത അവർ BJPക്ക് വോട്ട് ചെയ്യും. ഇങ്ങനെയുള്ള ആളുകൾ കഴക്കൂട്ടത്ത് 2 തീരദേശ വാർഡുകൾ കൂടി ഉണ്ട്. തീരദേശ വാർഡ് അല്ല, അവിടെ നിന്നൊക്കെയാണ് ഈ പറഞ്ഞ UDFന്റെ ഒരു ശക്തി കേന്ദ്രമായിട്ട് വന്നിരുന്നത്. പിന്നെ LDFന് അവിടെ നല്ല സ്ട്രോങ് ഹോൾഡ്സ് ഉണ്ട്. കഴക്കൂട്ടത്തിന് പഴയ ഒരു ഹിസ്റ്ററി അറിയാലോ നിങ്ങൾക്ക്. തിരുവനന്തപുരത്തൊരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ആയിരുന്നു ഈ കഴക്കൂട്ടം കോർ ഏരിയ എന്നുള്ളത്.
ടെക്നോ പാർക്ക് വന്നതോടുകൂടി അവിടെ ഒരു ഡിവൈഎസ്പി നേരെ വെട്ടിക്കൊന്നിട്ട് ഇതുവരെ പ്രതികളെ പോലും ആർക്കും അറിയില്ല. അങ്ങനെ കേസുണ്ട് അവിടെ. കാരണം എന്താ വന്നിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മളെ കാര്യവട്ടം ക്യാമ്പസിൽ ട്രെയിനിന് മുന്നിൽ ചാടി. ട്രെയിനിൽ ഇത് വെട്ടിക്കൊന്നല്ലേ, മദ്യമാഫിയാന്ന് കേട്ടു എന്നാണ് അത് കേട്ട ആരാന്തരെ പിടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമായിരുന്നു അവിടെ. ആ സ്ഥലം ആകെ ടെക്നോ പാർക്ക് അവിടെ വന്നോട് കൂടിയിട്ടാണ്. അവിടെ ആളുകൾ സ്ഥലം മേടിക്കാൻ പോലും പേടിയായിരുന്നു. നല്ല പോലീസ് ഓഫീസർമാർ അങ്ങോട്ട് പോയില്ലായിരുന്നു. അങ്ങനെ സ്ഥലമായിരുന്നു അവിടെ. പക്ഷെ ടെക്നോ പാർക്ക് വന്നതോടുകൂടി വലിയ രീതിയിൽ ഡെവലപ്മെന്റ് ഉണ്ടായി. ഭൂമിക്ക് വില കിട്ടി, ആളുകൾ കുട്ടും വെട്ടും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനവിടെ കോളനി താമസിക്കുന്നതായിരുന്നു. പിന്നെ അവിടുത്തെ ജനപ്രതിനിധിയൊക്കെ ആയി അവൻ. അപ്പോൾ അവനോട് പറയുന്നത് അവനൊക്കെ എനിക്ക് കുട്ടിക്കാലത്ത് കണ്ടോണ്ട് ഓരോരുത്തർ കൈയും കാലൊക്കെ വെട്ടി അറിയുന്നതാണ്. അത്രയും വയസ്സിലെ സ്ഥലമാണ് ഈ കഴക്കൂട്ട്. വെട്ട് റോഡ് എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ അവിടെ. ഇപ്പം അതൊക്കെ മാറി. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഇപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ വ്യക്തികൾ ഇപ്പോൾ പണ്ടത്തെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ്. അപ്പം അതായത് കടകംപള്ളിക്ക് അവിടെ ഭയങ്കര ഇൻട്രോഡ്സ് ഉണ്ട്. കടകംപള്ളി അവർ ആരെന്തൊക്കെ പറഞ്ഞാലും കടകംപള്ളി മുമ്പും വ്യക്തിപരമായി ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഭാഗമൊക്കെ ആയിട്ടും പണ്ട് പിരിപ്പങ്കോട് പള്ളിന് BS-ന്റെ ഒക്കെ വലങ്കൈ ആയിരുന്നല്ലോ. ആ സമയം തൊട്ടേ മൂപ്പര് മണിച്ചന്റെ കേസ് മൂപ്പർക്കെതിരെ ആരോപണം വന്നു. പാർട്ടിക്ക് വേണ്ടി ഫണ്ട് മൂപ്പരാന്നല്ലോ മേടിച്ചത്. അപ്പം റെസീപ്റ്റ് ഉണ്ടായിരുന്നു. അതെ, പാർട്ടിക്ക് വേണ്ടി മേടിക്കുന്നതാണല്ലോ, അത് പ്രശ്നമില്ല. മറ്റേത് വീട്ടിൽ കൊണ്ടുപോയാലും പ്രശ്നമാകുമായിരുന്നു. അപ്പം മൂപ്പർക്ക് പക്ഷേ മൂപ്പർ അന്ന് കുറേ കാലം രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത സമയത്ത് മൂപ്പർ അവിടെ സജീവമായിരുന്നു. ഇതേ സംഭവം മുരളി അവിടെ പറ്റുന്നത്. പുള്ളി അവിടെ നിന്ന് തോറ്റിട്ടുണ്ട്. ഒരു തവണ അല്ലേ, 1-2 തവണ തോറ്റിട്ടുണ്ട്. പക്ഷെ അത് അന്നത്തെ സാഹചര്യം. ഇന്നത്തെ നോക്കുമ്പം അന്ന് മൂപ്പര് ക്ലച്ച് പിടിച്ചു വരുന്ന സമയമാണ്. ഇന്ന് അതിന് ശേഷം പിന്നെ മന്ത്രിയായി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി പാർട്ടിയുടെ. ആ സമയത്ത് എല്ലാം എങ്ങനെയുടെ ഒരു കണ്ണ് അവിടെ ഉണ്ടായിരുന്നു. ഈ സംഭവം തന്നെ മുരളി അവിടെ പറ്റുന്നുണ്ട്. മുരളി കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്തും ഇപ്പോൾ ഒന്നുമല്ലായ സമയത്തും ഒക്കെ മുരളീനെ അവിടെ കാണാം. അല്ലെ കല്യാണപ്പരയിൽ മുരളി ഉണ്ടാവും, എന്ത് കാര്യം ഉണ്ടെങ്കിൽ മുരളി ഉണ്ടാവും. അത് എനിക്കിത് മനസ്സിലായെന്ന് വെച്ചാൽ പണ്ട് മുരളി കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്ത് നമ്മൾ പാരകളിലൊക്കെ കഴിക്കാൻ പോകുമ്പോൾ കൊടി വെച്ച കഥ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പം നമ്മളതിലേക്ക് നോക്കുമ്പോൾ നമ്മളറിയാവുന്ന LDF-ന്റെ മന്ത്രിമാരൊന്നായിരിക്കില്ല. അപ്പോൾ നോക്കുമ്പോൾ മുരളിയായിരിക്കും. അപ്പം മുരളി തിരുവനന്തപുരത്തുണ്ട്, മുരളി കഴക്കൂട്ടത്തുണ്ടാവും. കഴക്കൂട്ടത്തെ റോഡുകളൊക്കെ ഉള്ളോട്ടുള്ള റോഡുകളൊക്കെ ഇടുങ്ങിയ റോഡുകളൊക്കെയാണ്. അതല്ല മാവിമാനീസ് കോളേജിന്റെ പിന്നിലും ഇതിലൂടെ പോത്തങ്കോട് അങ്ങോട്ടൊക്കെ ഉള്ള റോഡുകളൊക്കെ വളരെ ഇടുങ്ങിയ റോഡുകൾ. ഇതൊക്കെ മുരളി. പോത്തങ്കോട് മണ്ഡലം വരുന്നത് നെടുമങ്ങാടാണ്. ഇൻ ദ സെൻസ് റോഡുകളുടെ ശൃംഖല ഉണ്ടല്ലോ, അത് അവസാനം ഈ കഴക്കൂട്ടത്തോടെ സിറ്റിയിലേക്ക് എത്തുന്ന റോഡുകൾ. അതിന്റെ ഉൾനാട്ടില് ഉള്ള റോഡുകളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പം SM കോളേജ് ചെമ്പേന്തി, ആ ചെമ്പേന്തിയിലേക്ക് എത്തുന്ന റോഡുകളുണ്ട്. ഭയങ്കര ഇടുങ്ങിയ റോഡുകളാണ്. പക്ഷെ മുരളി ഇവിടെയൊക്കെ കയറി ഈ എല്ലാ വട്ടിക്കാട്ടും മുരളി ഇന്നോവയും കൊണ്ടുപോകും. അപ്പൊ ആ രീതി മുരളി ഒരു ഇൻട്രോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് മുരളിയാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ CPM അവിടെ CPM ഇപ്പോഴത്തെ തീരുമാനം ഞാൻ കേട്ടത് ഈ 2 തവണ എന്നുള്ള നിർബന്ധം ആവുന്നില്ല. അപ്പൊ സ്ഥലത്ത് ചില ആളുകൾ തന്നെ മത്സരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ചില ആളുകൾ മത്സരിക്കുമ്പോൾ ഉദാഹരണമായിട്ട് വീണ ജോർജ് നിന്നാലേ അവിടെ ജയിക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇവിടെ കഴക്കൂട്ടത്ത് മറ്റ് പ്രശാന്ത് ആ നാട്ടുകാരനാണ്, അവിടെ നിന്നാണ് നോക്കിയത്. കോർപ്പറേഷനിലേക്ക് കഴക്കൂട്ടത്ത്. പക്ഷെ പ്രശാന്തിനെ ഇവിടുന്ന് മാറ്റിയാൽ അപകടം. പ്രശാന്ത് വളരെ പോപ്പുലറാണ്. എസ്പെഷ്യലി ഈ മലങ്കര കത്തോലിക്ക സഭ ഒരു കാര്യം ഭയങ്കര ബന്ധമാണ് പ്രശാന്ത്. രണ്ടാമത്തെ കാര്യം, ഈ പ്രശാന്തിന് പോലും അവിടെ ഇയാൾക്കുള്ള ഇൻട്രോഡ്സ് ഇല്ല. ഇയാൾ ഇപ്പോഴും കാണാം സ്കൂട്ടർ എടുത്തിട്ട്. മുരളി ഇന്നോവയിലാണെങ്കിൽ ഈ കടകംപള്ളി സ്കൂട്ടറിലാണ്, ഈ ഗിയർലെസ് സ്കൂട്ടർ ഉണ്ടല്ലോ, അത് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകും. അപ്പം ഇവർ തമ്മിലാണ് മത്സരമെങ്കിൽ അത് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ട്രഡീഷണൽ വോട്ടുകൾ നിലനിർത്താൻ ശേഷിയുള്ള ഒരാളാണ് അവർ കടകംപള്ളി. അതേപോലെ തന്നെ പുതിയ മേഖലയിലേക്ക് നുഴഞ്ഞു കയറാൻ വിദഗ്ധനാണ് അവർ മുരളീധരൻ. അത് നമ്മൾ വോട്ടെണ്ണുന്ന വരെ കാത്തിക്കേണ്ടിയിരുന്നു. കോൺഗ്രസിന് ഞാൻ നിലവിലുള്ള സാഹചര്യത്തിൽ അവിടെ വലിയ കോൺഗ്രസ് ഒരു ചെറുപ്പക്കാരനെ മത്സരിപ്പിക്കാനാണ് സാധ്യത. അവർക്ക് പാർട്ടി സംവിധാനം ഉണ്ടോ? പാർട്ടി സംവിധാനമൊക്കെ അത്യാവശ്യമുണ്ട്. സമയമാകുമ്പോൾ കഴിഞ്ഞ തവണ ലാൽ എന്നിട്ട് ദയനീയമായി അല്ല, അത് അതിന് പല ഏതാണ് പറ്റുന്ന ചെറുപ്പക്കാരനുള്ള അവിടെ? അല്ല, അത് പലരുടെയും പേരുകളുണ്ട്. എൻ്റെ ഒരു അരുണുണ്ട്, കാര്യവട്ടം ക്യാമ്പസിലെ KS യൂണിറ്റ് ഒക്കെ ഉണ്ടാക്കിയ അവനാണ്. അവൻ ആ കോളനിയുള്ള പയ്യനാണ്. പക്ഷെ അവനെ ചിറയങ്കിയിലാണ് ഇവര് പരിഗണിച്ചിരുന്നത്. അവന് ഈ ഒരു പൊതുകാര്യ പ്രസക്തനാണ്, മണ്ണിന്റെ മകനാണ്. പക്ഷെ അവിടുത്തെ ഒരു ജാതീയ സമവാക്യങ്ങൾ നിൽക്കുമ്പോൾ അവൻ എത്രത്തോളം സൂട്ടബിൾ ആവുന്നതില്ല. വേറെ ആരുള്ളത്? അല്ല, അവിടെ പലരും ഉണ്ട്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് അത്ര ദുർബലമായ ഒരു സ്ഥലമല്ല കഴക്കൂട്ടം. കോൺഗ്രസ് ഉണ്ട്, സംഘടന സംവിധാനം എനിക്ക് തോന്നിയിട്ടില്ല. കോൺഗ്രസ് ഉണ്ട്, എനിക്കറിയാം, കോൺഗ്രസ് ഉണ്ട്. അവിടുത്തെ ചില പ്രമാണികരൊക്കെ കോൺഗ്രസ്സാണ്, അവർ ഒരു പരിപാടിക്കൊക്കെ ആളൊക്കെ ഉണ്ടാവും. പക്ഷേ സംഘടനാ സംവിധാനം CPM BJP ആയിട്ട് കമ്പയർ ചെയ്യാനാണ്. ഈ
കഴക്കൂട്ടത്തിലെ ജാതി സമവാക്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ്? നേരത്തെ ജാതി SNDPക്കാണ് അവിടെ വോട്ട് കൂടുതലുള്ളത്, പക്ഷെ NSS അത്ര മോശം. NSS ഉണ്ട്. NSS വോട്ട് പ്രിഡോമിനന്റ് മുമ്പ് കോൺഗ്രസ് ഇരിക്കണം, പക്ഷെ ഇപ്പൊ അത് BJPയിലേക്ക് കാര്യമായി ഷിഫ്റ്റ് വന്നിട്ട്. NSS വോട്ടല്ല, നായർ വോട്ടുകളിൽ ഈ ക്രിപ്റ്റോ BJPക്കാരിപ്പം കൂടുതലാണ്. എൻ്റെ തന്നെ ചില സുഹൃത്തുക്കളുണ്ട്, അത് കോൺഗ്രസ്സുകാരൊക്കെ ആയിരിക്കും, പക്ഷേ BJP ജയിക്കുന്ന ഘട്ടം വന്ന ഒരു BJP. NSS അല്ല ഞാൻ പറഞ്ഞു, ഈ നായ കമ്മ്യൂണിസ്റ്റ്. NSS കരയോഗം നായ പൊതുവെ അവർ കോൺഗ്രസിന് അനുകൂലമാണ്. പൊതുവെ അതെനിക്കൊന്ന് പരമാവധി ഒരു കൂട്ടായ തീരുമാനം വരും. അല്ലാതെ നിൽക്കുന്ന വോട്ടുകളുണ്ട്, ജസ്റ്റ് മെമ്പേഴ്സ് മാത്രമായിട്ടുള്ള അവരെ വോട്ടുകൾ ഇപ്പോൾ BJP അനുകൂലമായിട്ടുണ്ട്. BJP ജയിക്കുന്ന സാഹചര്യം വന്നാൽ BJPയിലേക്ക് വരും. അതൊക്കെയാണ് ഞാൻ കോൺഗ്രസ് ഇപ്പം മുസ്ലിം വോട്ടുകളുടെ ഒരു കോൺസെൻട്രേഷൻ വന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളുടെ കോൺസെൻട്രേഷൻ വന്നാലാണ് കോൺഗ്രസിന് എന്തെങ്കിലും ഒരു സാധ്യത. അത് എത്തോളം വരുമെന്ന് ഇപ്പം എനിക്ക് സംശയമുണ്ട്. അല്ല, അത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് പരമ്പരാഗതമായിട്ട് അവരുടെ കയ്യിലിരുന്ന ഒരു മണ്ഡലമാണ്. ജി കാർത്തികേയൻ ഉൾപ്പെടെയുള്ളവർ ജയിച്ചിട്ടുണ്ട്. അതുണ്ട്, പക്ഷെ അങ്ങനെ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങൾ മാറി, തിരുവനന്തപുരത്തെ തലമുറകൾ ഒരുപാട് മാറി. തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളെ പ്രത്യേകത, എസ്പെഷ്യലി കഴക്കൂട്ടം തെക്കോട്ടുള്ള മണ്ഡലങ്ങൾ, കഴക്കൂട്ട് ഉൾപ്പെടെ നിങ്ങൾക്ക് ആർക്കും തീരെ എഴുതി കൊടുക്കാൻ പറ്റില്ല. നമ്മളെ കോഴിക്കോട് പോലെ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വടക്കോട്ടുള്ള അപ്പം ആറ്റിങ്ങല് അല്ലെങ്കിൽ ഈ പറയുന്ന ചിറയൻകീഴൊക്കെ നമ്മൾ പ്രൊഡോമിനന്റ്ലി LDF സ്വാധീനം. വർക്കല മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്. വർക്കല LDF നല്ല സ്വാധീനമുള്ള അവരെ കയ്യിലിരിപ്പോണ്ട് തോറ്റു എന്നാണ് മുമ്പാടെ മത്സരിച്ച് തോറ്റതിന് സ്ഥാനാർത്ഥി എന്നോട് പറഞ്ഞത്. ജോയിനെ പോലെ ഗുരുദാസനാണ് മത്സരിച്ച് തോറ്റത്. അപ്പോ ഗുരുദാസനാവല്ല എന്നോട്. പിന്നീട് വേറൊരാൾ മത്സരിച്ച്. അപ്പം അവിടെ അവർക്ക് അവരുടെ മണ്ഡലമാണത്, പക്ഷെ അത് പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ കയ്യിലിരിപ്പുണ്ടും ആണത് തോറ്റത്. അത് ജോയി വന്നപ്പോൾ അത് തിരിച്ചു പിടിക്കുക. അവിടെ നിന്ന് ജോയിനെ മാറ്റിയാൽ ചിലപ്പോൾ പണി കിട്ടും. അത് ജോയി എന്നുള്ള വ്യക്തിക്ക് അവിടെ ഒരു വലിയ പറയും. ജോയി ഇപ്പൊ വാഹിദിനെ കൊണ്ട് വന്നതിന്റെ ഭാര്യ. ജോയി എവിടെയും ഒരു ബ്ലാക്ക് ഹോഴ്സ് ആണ്. അതെ, ജോയി എന്ന് വെച്ചാൽ നമ്മൾ എന്തിനും ഏതിനും മാമച്ചെന്ന് അറിയില്ല, അതുപോലെ എന്തിനും ഏതിനും ജോയിയാണ്. ജോയിക്ക് അങ്ങനെ നല്ല സ്വാധീനമുള്ള അഹങ്കാരമുള്ള ആളുമല്ല. ജോയിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. ഒരുപാട് ബന്ധങ്ങളുള്ള. അതെ, കടകംപള്ളിന്റെ ഒക്കെ ഒരു പ്രശ്നം, കടകംപള്ളി മുരളീധരനൊക്കെ പറയുമ്പോൾ കുറച്ച് ശുദ്ധിയുള്ള മലയാളം പറയും. ജോയി അതുപോലും അല്ല. ജോയി ആ നാട്ടുകാരനാണ്, വർക്കലയുടേതായ ഒരു ഭാഷ. ഈ തിരുവനന്തപുരം കൊല്ലം ബോർഡർ ആയതുകൊണ്ട്. അതെ. അപ്പൊ തിരുവനന്തപുരത്ത് എനിക്ക് CPM ഇപ്പം ഈ ടേം നോക്കാതെ പലരെയും വീണ്ടും മത്സരിപ്പിക്കേണ്ടതായിട്ട് വരും സീറ്റ് നിലനിർത്താൻ. അതുകൊണ്ട് തന്നെ കടകംപള്ളിക്ക് അവിടെ ഒരു സാധ്യത. കടകംപള്ളി വന്നാട്ടായിട്ട് കടകംപള്ളി അല്ലേ മുരളിക്ക്. വി മുരളീധരനാണ് BJPയുടെ സ്ഥാനാർത്ഥി എങ്കിൽ അപ്പുറത്ത് കടകംപള്ളി തന്നെയായിരിക്കും എതിരാളി. അതുപോലെ അവിടെ ഇൻട്രോഡ് ഉണ്ടാക്കി വേറെ ഒരാൾ ശോഭാ സുരേന്ദ്രനാണ്. അമ്മയ്ക്ക് ഇതൊക്കെ എങ്ങനെ പറ്റുന്നതാണ്. എവിടെ പോയാലും അമ്മ വോട്ട് കൂട്ടും, പക്ഷെ ഒന്നും നല്ല ഐഡിയ ഉണ്ട്. എന്താ സംഭവം? അല്ല, അത് അവര് കേരളത്തിൽ പൊതുവെ ഈ നായർ ഹിന്ദു മീൻസ് നായർ ഈഴവ വോട്ട് ഒരുപോലെ പിടിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. എവിടെ പോയാലും അവർ വോട്ട് കൂട്ടും. അത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. നമ്മൾ പല സ്ത്രീകളുടെ വോട്ട് ധാരാളം അവർക്ക് കിട്ടും. അവർക്കത് സ്ത്രീകളുടെ വോട്ട് ക്യാച്ച് ചെയ്യാനുള്ള അവര് ജെന്യൂൻ ആണെന്ന് ഫീൽ നാട്ടിൽ ഉണ്ടാക്കുന്നത്. നാട്ടുകാരുടെ ഭാഷ പറയുകയും അടുത്ത വീട്ടിലെ ചേച്ചീനെ പോലെ ഫീൽ ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സമ്പർക്ക പരിപാടിയൊക്കെ അങ്ങനെയാണ്. അവർ വളരെ പെട്ടെന്ന് ആൾക്കാരെ കയ്യിലെടുക്കും. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളും ഇപ്പൊ പ്രവചനാതീതമാണ്. ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള സ്ഥലം. അതായത് തിരുവനന്തപുരത്ത് നമ്മൾ കഴക്കൂട്ടം തൊട്ട് തെക്കോട്ടുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം. അല്ല, കഴക്കൂട്ടത്തിന് തൊട്ടപ്പുറത്ത് കിടക്കുന്ന മണ്ഡലം ആറ്റിങ്ങലും വളരെ ശക്തമായ മത്സരം BJPയും CPM തമ്മിൽ. പക്ഷെ അത് ഈ CPM-ന് ഒരു പ്രിഡോമിനൻസ് ഉണ്ട്. പക്ഷെ ഈ ഇങ്ങോട്ട് തെക്കോട്ട് നമ്മൾ നോക്കുമ്പോൾ CPM-ഉം കോൺഗ്രസും BJP ഏതാണ് ബലാബലം നിൽക്കുന്നത്. അത് ഈ പറഞ്ഞ മണ്ഡലം ഉണ്ടല്ലോ. CPM-ന് പ്രിഡോമിനൻസ് ഉണ്ടെന്ന് പറയുമ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മുരളീധരനാണ്. ലോക്സഭ വേറൊരു പാറ്റേണിൽ വോട്ടിംഗ് വന്നതാണ്. അത് കഴിഞ്ഞ തവണ മുമ്പത്തെ തവണയൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. ലോക്സഭ നമ്മൾ എടുക്കാൻ മലയാളികൾ നിയമസഭ, ലോക്സഭ, പഞ്ചായത്ത് വേറെ രീതിയിൽ വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതാ പറഞ്ഞത് കഴക്കൂട്ടം തൊട്ട് ഇങ്ങോട്ട് നെയ്യാറ്റിൻകരയുള്ള നിങ്ങൾ മണ്ഡലങ്ങൾ എടുത്തു എങ്ങോട്ടും മാറുന്ന മണ്ഡലങ്ങൾ. അതിൽ ഈ കോവളത്ത് വിൻസെന്റിന് ഈ പറഞ്ഞ ഇൻട്രോഡ്സ് ഉണ്ട്. അതായത് ഈ ജോയിക്ക് വർക്കലയിൽ ഉള്ളതുപോലെ ഇൻട്രോഡ്സ് ഉണ്ട്. വിൻസെന്റ് ഈ പറയുന്ന പോലെ ശുദ്ധ മലയാളം സംസാരിക്കുന്ന നേതാവല്ല. വളരെ സാധാരണക്കാരുടെ വന്ന് അയാളുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ആരോപണങ്ങളൊക്കെ വന്നിട്ടും അയാൾക്കെതിരെ അവിടെ ജനവികാരമില്ല. അപ്പൊ അങ്ങനെ എനിക്ക് പറയാം അയാൾ ഭയങ്കര ശുദ്ധനാണ്. ഞാനിതൊരു കൈരളി ഒരു ഡിസ്കഷൻ ഉണ്ട്. ഈ സരിത കേസൊക്കെ ഉള്ള സമയത്ത് അഴിമതിയായിട്ട് ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന് ഭയങ്കര വിമർശിക്കും. അപ്പൊ അന്ന് ഞാൻ ഉമ്മൻചാണ്ടി എന്നൊക്കെ വിളിക്കുക. ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറിയതിനു ശേഷം സാറ് വിളി തുടങ്ങിയത്. കോൺഗ്രസിന്റെ നേതാവായിട്ട് പ്രതിനിധീകരിച്ചു ഇയാളെ വന്നത് വിൻസെന്റ് എന്നോട് ഇയാളാരാണ്? ഉമ്മൻചാണ്ടി സാറിന് ഉമ്മൻചാണ്ടി തുടങ്ങിയ ഞാൻ മുഖ്യമന്ത്രി പിന്നെ ഉമ്മൻചാണ്ടി എന്നല്ലേ, നരേന്ദ്രമോദിനെ അങ്ങനെയല്ല വിളിച്ചത്, രാജീവ് ഗാന്ധിനെ അങ്ങനെയല്ല വിളിച്ചത്, അല്ലെങ്കിൽ അച്യുതാനന്ദൻ അങ്ങനെയല്ല വിളിച്ചത്, പിന്നെ ഇയാളെ അതിനൊന്ന് മാറ്റി വിളിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വികാരമുള്ള സാധാരണക്കാരനാണ് അയാൾ. അതുകൊണ്ട് സാധാരണക്കാരുടെ വോട്ട് വലിയ തോതിലായിരുന്നു.
വിൻസെന്റ് മാറ്റി അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അവിടെ. ഇപ്പോഴത്തെ പക്ഷേ സാഹചര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ കോൺഗ്രസിന്റെ ഈ അച്ചടക്ക നടപടിയിലൊക്കെ ഒരു ഭാഗമായിട്ട് 3 MLA-മാരുടെ ഭാവി തുലാസിലാണ്. അതിൽ ഒരാൾക്കെതിരെ നടപടി എടുത്താൽ 3 പേർക്കെതിരെ എടുക്കേണ്ടി വരും. അതിലൊന്ന് വിൻസെന്റ് പോയി. വിൻസെന്റ് പറഞ്ഞാൽ അവർക്ക് ആ മണ്ഡലം കിട്ടണമെന്നില്ല. മാത്രമല്ല വിൻസെന്റ് അവിടെ BJP വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ കല്ലിയൂർ പഞ്ചായത്ത് അവിടെയാണ്. കല്ലിയൂര്, വെങ്ങാനൂര് അത് BJP BDJS സ്വാധീനമുള്ള സ്ഥലമാണ്. അങ്ങനെ തിരുവനന്തപുരം ഞാൻ ഭയങ്കര രസകരമായി കാണുന്നത്. തിരുവനന്തപുരം തൃശ്ശൂരാണ് ഞാൻ വളരെ രസകരമായി കാണുന്ന ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നത്. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ തെക്കൻ സൈഡ്, കഴക്കൂട്ടം തൊട്ട് തെക്കോട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.